ഇതാണ് പരപ്പനങ്ങാടി സ്റ്റേറ്റ് ഹൈവേ. ഈ സ്റ്റേറ്റ് ഹൈവേ ബ്ലോക്ക് ആക്കിയതിൻ്റെ ഉത്തരവാദിത്തം PWDൻ്റെ അടുത്ത് മാത്രമാണ്. ഈ PWDന് ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. PWDൻ്റെ ഉത്തരവാദിത്തം പെടുന്ന സ്റ്റേറ്റ് ഹൈവേ ആണിത്. ഈ സ്റ്റേറ്റ് ഹൈവേ ആണ് ഇന്ന് ബ്ലോക്ക് ആയിട്ടുള്ളത്. ജനങ്ങൾ മൊത്തം ദുരിതത്തിലാണുള്ളത്. കുളപ്പുറം പരപ്പനങ്ങാടി അരീക്കോട് സ്റ്റേറ്റ് ഹൈവേ ബ്ലോക്കുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അതായത് 1 വേ സംവിധാനം ഒരുക്കി 2 വേ സംവിധാനം 1 വേ പോകുന്ന റൂട്ടിലൂടെ 2 വേ സംവിധാനം ഉണ്ടെന്ന് കോടതിയെ കബളിപ്പിച്ചതിൻ്റെ പേരിൽ കോടതി അനുമതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേ നീക്കിക്കൊണ്ട് ഈ പറയുന്ന NHAയ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ പറയുന്ന വർക്ക് പുനഃക്രമീകരിക്കാൻ വേണ്ടി ഇതിലൂടെയാണ് ആദ്യം വണ്ടി പോരുന്നത്. ഇപ്പോൾ അവിടെ എന്തായി പൊളിച്ചതിന് ശേഷം ഞങ്ങൾ പലതവണ പറഞ്ഞെന്ത് ഇവിടെ ബ്ലോക്കാവും ചെയ്യല്ലേ എന്നുള്ളത്. പക്ഷെ അവർ സമ്മതിച്ചില്ല. ഞങ്ങളെ കണ്ടീഷൻ ആകത്രേ ഉള്ളൂ, ഇവിടുന്ന് ഒരു പാലം ഇവിടുന്ന് നേരെ കണക്ട് ചെയ്ത് കൊടുത്താൽ ഈ ജനങ്ങൾക്ക് എന്നും ശാശ്വതമായിട്ടൊരു പരിഹാരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത് സമ്മതിച്ചില്ല. ഒരുപാട് തവണ പറഞ്ഞു നോക്കി, പക്ഷെ ആരും കേട്ടില്ല. ഇപ്പോൾ അത് അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ പറ്റുന്നൊരു സാഹചര്യം ഒരുക്കി തന്നെ. എയർപോർട്ട് പോകുന്ന ആളുടെ യാത്ര മുടങ്ങരുതെന്ന് വെച്ചിട്ട് ഈ പറയുന്ന സമരസമിതി ആളുകൾ അവരെന്ത് ചെയ്യാണ്, ഓട്ടോക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ ഫാമിലി ഇറങ്ങിക്കോളിന്നാൽ ഇവിടെ ഇത് ഈ പറഞ്ഞ ദുരിതം ഉണ്ടാവുമെന്ന് പലതവണ പറഞ്ഞിട്ടും ആരും കേട്ടില്ല. അനുഭവിച്ചറിഞ്ഞല്ലേ, കൊണ്ടറിഞ്ഞാലേ പഠിക്കുമെന്നുള്ളൊരു ശീലമാണല്ലോ പൊതുവെ ഉള്ളത് മലയാളികൾക്ക്.